സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമനും സീതയും ലക്ഷ്മണനും അത്രിമുനിയുടെ ശിഷ്യന്മാരുടെ സഹായത്തോടെ ദണ്ഡകവനത്തിൽ എത്തിച്ചേർന്നു. രാക്ഷസന്മാരുടെ ഭീഷണി ആ വനത്തിൽ എന്നുമുണ്ട്. ഭീകരന്മാരും ശക്തന്മാരുമായ ധാരാളം രാക്ഷസന്മാർ അവിടെയുണ്ട്. ചീവിടികളിലെ ഝങ്കാരവും സിംഹം, പുലി, ആന, കടുവ എന്നീ കാട്ടുമൃഗങ്ങളുടെ ഗർജനവും കേൾക്കാം. മരങ്ങൾ ഇടതിങ്ങിയ ഘോരവനമാകയാൽ സൂര്യവെളിച്ചം കുറവാണ്. അതാ ഒരു ഭയങ്കര സത്വം വരുന്നു. കണ്ടാൽ പേടിയാവും. ഒരു അത്ഭുത രാക്ഷസൻ, പേര് വിരാധൻ. അവൻ ചില്ലറക്കാരനല്ല. മല പോലെ വലിപ്പം. വാ തുറന്നാൽ 3 പേരും കൂടി ഒരു ഉരുളയ്ക്കുള്ള വലിപ്പമേ ഉള്ളൂ. അലറി പാഞ്ഞുകൊണ്ടാണ് വരവ്. ഇടതു തോളിലെ ശൂലത്തിൽ മനുഷ്യരെയാണ് കുത്തിക്കോർത്തിട്ടിരിക്കുന്നത്. വായിൽ കാണുന്ന തേറ്റകൾ കൊണ്ട് കാട്ടുമൃഗങ്ങളെ കൊന്നു തിന്നും. രാമാദികളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവൻ്റെ വരവ്. കാര്യം മനസ്സിലാക്കി രാമലക്ഷ്മണന്മാർ അവനെ നേരിടാൻ തന്നെ തയ്യാറായി നിന്നു. അവൻ ഉറക്കെ അലറിയെടുത്തു. തൻ്റെ അറിവ് കൂടാതെ കാട്ടിൽ സഞ്ചരിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ് ഈ വരവ്? ഈ ഘോരവനത്തിൽ എത്തിച്ചേരാൻ ഇവർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഇതൊക്കെ രാക്ഷസൻ അറിയണം. തങ്ങൾ രാമലക്ഷ്മണന്മാരാണെന്ന് അറിയിച്ചു സീത രാമൻ്റെ പത്നിയും. വന്ന് നിന്നെപ്പോലെ ഉള്ള ദുഷ്ടരാക്ഷസന്മാരെ കൊല്ലാൻ. അത് കേട്ടവൻ ക്രുദ്ധനായി. മുനിവേഷധാരികളാണെങ്കിലും അഹങ്കാരികളാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ല. മഹാമുനികൾ പോലും ഈ വനം വിട്ട് പോയിരിക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ സീതയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടുകൊള്ളിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഈ വായ്ക്കകത്താകുന്നു. വായ തുറന്നുകൊണ്ട് അവൻ പാഞ്ഞു വന്നു. രാമൻ അമ്പെയ്ത് അവൻ്റെ കൈകൾ വെട്ടി, കാലുകൾ അരിഞ്ഞു. എന്നിട്ടും ആ ഭീകരസത്വം വിടുന്ന മട്ടില്ല. വാ തുറന്ന് രാമനെ വിഴുങ്ങാൻ അടുത്തു. അപ്പോൾ തലയും വെട്ടി. അവൻ്റെ ജഡം ഒരു പർവ്വതം പോലെ നിലംപതിച്ചു. ഉടനെ ഉടലിൽ നിന്ന് ഒരു സുന്ദര രൂപം പുറത്തു വന്നു. അവനാണ് വിദ്യാധരൻ. പണ്ട് ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ അവൻ രാക്ഷസനായി തീർന്നു. ഇപ്പോൾ രാമബാണമേറ്റ് മോക്ഷം പ്രാപിച്ചു. വിരാതവധം കഴിഞ്ഞ് രാമസീതാലക്ഷ്മണന്മാർ നേരെ തിരിച്ചത് ശരഭംഗ വനത്തിലേക്കാണ്. അവിടെയാണ് ശരഭംഗ മഹർഷിയുടെ ആശ്രമം. ശ്രീരാമനെ കണ്ട ഉടനെ മഹർഷി ചെന്ന് എതിരേറ്റു. ഇരിപ്പിടം നൽകി പൂജിച്ചു. മഹർഷി ശ്രീരാമൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ തപസ്സാൽ നേടിയെടുത്ത പുണ്യമെല്ലാം ശ്രീരാമന് നൽകി മഹർഷി സ്വയം അഗ്നിയിൽ ലയിച്ച് മോക്ഷമടഞ്ഞു. ശരഭംഗൻ ബ്രഹ്മലോകം പൂകിയ വാർത്തയറിഞ്ഞ് ദണ്ഡകാരണത്തിലെ മുനിമാരെല്ലാം ശ്രീരാമ ദർശനത്തിന് ശരഭംഗാശ്രമത്തിലെത്തി. മൂവരും മഹർഷിമാരെ വണങ്ങി കുശലമന്വേഷിച്ചു. അവരിൽ നിന്ന് ശ്രീരാമൻ ഋഷിമാരുടെ ദുഃഖം മനസ്സിലാക്കി. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് അവർ മുനിമാർ പാർക്കുന്ന വനഭാഗങ്ങൾ കാണാൻ ഇറങ്ങി. അതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയാൻ കഴിഞ്ഞു. ദുഷ്ടന്മാരായ രാക്ഷസന്മാർ കൊന്നുകൂട്ടിയ മഹർഷിമാരുടെ എണ്ണമോർത്ത് ശ്രീരാമൻ ദുഃഖിച്ചു. ചുറ്റും കൂടി നിന്ന മഹർഷിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ ശ്രീരാമൻ പ്രതിജ്ഞയെടുത്തു. രാക്ഷസന്മാരെ എല്ലാം കൊന്നൊടുക്കുന്നുണ്ട്. പിന്നീട് പോയത് അല്പം അകലെയുള്ള സുധീഷ്ണാശ്രമത്തിലേക്കാണ്. പ്രകൃതി അനുഗ്രഹിച്ച സമ്പന്നമായ വനം. അവിടെ ധാരാളം മഹർഷിമാർ തിങ്ങിപ്പാർത്തിരുന്നു. സുധീഷ്ണൻ അഗസ്ത്യമുനിയുടെ മുഖ്യ ശിഷ്യനാണ്. ശിഷ്യനെ വന്ദിച്ച് എല്ലാവരും അഗസ്ത്യമുനിയുടെ അടുത്തേക്ക് പോയി. പോകുന്ന വഴിക്കാണ് അഗസ്ത്യമുനിയുടെ അനുജൻ താമസിക്കുന്നത്, അഗ്നിജിഹ്വൻ. അവിടെ കയറി മഹർഷിയെ വന്ദിച്ച് അഗസ്ത്യമുനിയുടെ അടുത്ത് ചെന്നു. ബ്രഹ്മലോകത്തിന് തുല്യമാണ് അഗസ്ത്യാശ്രമം. രാമമന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്ന മുനി ഉടനെ തന്നെ രാമൻ്റെ അടുത്തെത്തി. മൂവരും മുനിയെ വണങ്ങി. മുനി അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ശ്രീരാമന് ജ്ഞാനോപദേശം നൽകി. പണ്ട് ദേവേന്ദ്രൻ നൽകാൻ ഏൽപ്പിച്ചിരുന്ന ദിവ്യായുധങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അവിടെ നിന്നും മൂവരും പഞ്ചവടിയിലേക്ക് തിരിച്ചു. ഗോദാവരി നദീതീരത്തുള്ള ആ പുണ്യഭൂമി ശേഷിച്ച വനവാസകാലം കഴിക്കാൻ അനുയോജ്യമാണ്. വഴിമധ്യേ മല പോലുള്ളൊരു സത്ത്. ആരാണത്? ജടായു.
ദശരഥൻ്റെ ആദ്യകാല സുഹൃത്ത്, കഴുകൻ്റെ വംശത്തിൽ പിറന്ന പക്ഷിശ്രേഷ്ഠൻ. പക്ഷേ തിരിച്ചറിയാൻ കഴിയാതെ രാമൻ അവനെ വധിക്കാൻ ഒരുമ്പെട്ടു. ജടായു ആരാണെന്ന് അറിയിച്ചു. അതോടെ ശ്രീരാമൻ്റെ പ്രിയപ്പെട്ടവനായി തീർന്നു. സീത എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ സഹായത്തിന് അടുത്തുണ്ടാകുന്നത് നന്നെന്ന് കരുതി പക്ഷീന്ദ്രൻ പഞ്ചവടിക്ക് സമീപം താമസമുറപ്പിച്ചു. രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ പ്രവേശിച്ചു.